Welcome to BSc Complementary Physics, Semester 4, Atomic Physics. This is the second class. And today we do some problems based on Bohr model of atom. Bohr model of H atom, that is the topic of discussion in this lecture. This is second class. So we have studied three equations in Bohr atom model in the previous class. They are orbital speed, orbital radius, and orbital energy. And using those three equations, we do some problems. All problems are important. Problem number 1, calculate the energy and radius of first and second Bohr orbit of H atom. Take data from tables. ഇപ്പോൾ ബോർ ഓർബിറ്റിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോർ ഓർബിറ്റിൻ്റെ എനർജി റേഡിയസ് കണ്ടുപിടിക്കണം, ഡേറ്റ ടേബിൾസ് നൽകണം. ഇപ്പോൾ ടേബിൾസിൻ്റെ കവർ പേജിലുണ്ട് എല്ലാ ഡേറ്റയും, അല്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന ഡേറ്റകളാണ് എല്ലാം. ഇപ്പോൾ ഇലക്ട്രോണിക് ചാർജ്, മാസ് ഓഫ് ഇലക്ട്രോൺ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എപ്സിലോൺ 0, അതെല്ലാം അറിയാമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. ആ വാല്യൂ എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. This problem can be done by knowing some important fundamental constants. Mass of electron 9.1 into 10 raised to minus 31 kilogram. Electronic charge 1.6 into 10 raised to minus 90 coulomb. Planck's constant 6.626 into 10 raised to minus 34 joule second. Epsilon 0 8.85 into 10 raised to minus 12 watt per meter. അപ്പോൾ അത്രയും വാല്യൂ അറിയാമെങ്കിൽ കണക്ക് ചെയ്യാം. അപ്പോൾ ടേബിൾസിലേക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എനർജിയുടെ പ്രോബ്ലം ആണ്. എനർജി എക്സ്പ്രഷൻ ഇവിടെ എഴുതുകയാണ്. ചാറ്റത്തിൽ എഴുതില്ല. ചാറ്റത്തിൽ എഴുതുമ്പോൾ എനർജി സൊല്യൂഷൻ എനർജി W -m (4 by 8 epsilon 0 square a²². ഹയർ ആറ്റം ആണെങ്കിൽ മോളിൽ Z² എന്ന് ഓർക്കണം. ഇപ്പോൾ ഇവിടെ ലിഥിയം പോലെയുള്ള ഹയർ ആറ്റം ആണെങ്കിൽ മോളിൽ എഴുതേണ്ടത് mZ² എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഹൈഡ്രജൻ ആകുമ്പോൾ Z1 ആണ്. W -m (4 by 8 epsilon 0 square a²². അപ്പോൾ അവിടെയുള്ള വാല്യൂസ് എല്ലാം നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ്, താഴെ എഴുതിയിരിക്കുകയാണ്. M is 9.1 into 10 raised to minus 31 kilogram. E is 1.6 into 10 raised to minus 90 coulomb. Epsilon 0 is 8.85 into 10 raised to minus 12. ആ minus 12 പവർ ആണ് കേട്ടോ, പവർ വാട്ട് പെർ മീറ്റർ. H is 6.626 into 10 raised to minus 34 joule second. ഈ വാല്യൂ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ഇടവരുത്താതെ പഠിക്കണം നിങ്ങൾ. ഇപ്പം തന്നെ ഇത് കാണാൻ പഠിക്കണം, അറിഞ്ഞുകൂടെങ്കിൽ. മിക്കവാറും ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് പ്ലസ് ടുവിന് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഇവിടെയും. അതുകൊണ്ട് ഈ വാല്യൂ ഇപ്പോഴേ പഠിക്കുക, അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോൾ പഠിക്കുക. എന്നിട്ട് വീണ്ടും റെഫർ ചെയ്യാൻ പോകരുത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കണം, ഈ വാല്യൂസ് ഇല്ല, ഇത് ത്രൂ ഔട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫസ്റ്റും സെക്കൻഡും ആണല്ലോ. അപ്പോൾ എന്നെ അതുപോലെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള വാല്യൂ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ 2 ഓർബിറ്റിൻ്റെ എനർജി കാണാൻ ഉള്ളത് കൊണ്ട് എൻ വാല്യൂ നമുക്ക് പുറകെ കൊടുത്താൽ മതി. ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫിക്കേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പകർത്തി എടുത്താൽ മതി. അതായത് -9.1 into 10 raised to minus 31 into e⁴ 1.6 into 10 raised to minus 19 raised to 4 by 8 epsilon 0 square 8 into 8.85 into 10 raised to minus 12 square n². ഞാൻ അതുപോലെ കീപ്പ് ചെയ്യും കേട്ടോ. ഇൻറ്റു 6.626 into 10 raised to minus 34 the square. അത്രയും ജൂളാണ്. ആ ജൂളിനെ EV ആക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ഇത് വളരെ ചെറിയൊരു സംഖ്യ ആയിരിക്കും. അതിന് EV ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? EV ആക്കാൻ 1.6 into 10 raised to minus 90 കൂടെ ആയിരിക്കണം. അപ്പോൾ 90 കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ 90 താഴെയിട്ടില്ല, പകരം ആ പവർ നോക്കിയാൽ മതി. പവറോടെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെയുള്ള 4 പവർ 3 ആയിട്ട് മാറി. ഈ 1.6 into 10 raised to minus 9ൻ്റെ പവർ നേരത്തെ ഉള്ളത് 4ആണ്, ഇപ്പോൾ ഉള്ളത് 3. അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെ 1.6 into 10 raised to minus 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ n² താഴെ അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -13.6 into 6 by n² EV എന്നാണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, ഈ വാല്യൂ കൊണ്ട് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഉത്തരം ഒന്ന് കാണാതെ പഠിക്കണം. ഏതാണ് the general equation is -13.6 by n² EV. അതായത്
W is equal to minus m e raised to 4 by 8 epsilon 0 square n square h square എന്ന് പറയുന്ന എനർജി എക്സ്പ്രഷന് തുല്യമാണ് ഈ എക്സ്പ്രഷൻ. അപ്പോൾ അത് പഠിക്കുന്ന പോലെ ഇതും പഠിക്കണം. W is equal to minus 13.6 by n square eV. ഇതാണ് nth ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി h ആറ്റത്തിൽ. The energy of electron in the nth orbit of hydrogen atom is given by W is equal to minus 13.6 by n square eV. നേരത്തെ എക്സ്പ്രഷൻ ജൂളിലാണ്, ഇത് ഇ വിയിലാണ്. അപ്പം ഇത് കാണാതെ പിടിച്ചാൽ നമുക്ക് ഏത് ഓർബിറ്റിന്റെ എനർജി കണ്ടുപിടിക്കാം. If you want to find the energy first orbit, put n is 1, and for second orbit put n is 2. That is all. So that we are doing here. For first orbit n is 1, that is W1 is minus 30.6 by 1, minus 13.6 eV. For second orbit n is 2, W2 is minus 13.6 by 2 square, minus 13.6 by 4, minus 3.4 eV. Similarly, we can find the third orbit energy, fourth orbit energy, etc. Next part of the same question is to find the radius. To find the radius of first and second Bohr orbit. The radius equation is R is epsilon 0 n square s square by pi m square. You refer back. Cover the first lecture. R is epsilon 0 n square s square by pi m square. The values are written here. The same values repeated. And now the values are substituted. Values are substituted. That is, R is 8.85 into 10 raised to minus 12 into n square. N we keep as such into 6.26 into 10 raised to minus 34 square by pi into 9.1 into 10 raised to minus 31 into 1.6 into 10 raised to minus 9 square. Meter. So much a meter. M is meter. That is equal to. അപ്പോൾ ഇവിടെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയേണ്ട, വാല്യൂ ഓർക്കാൻ എളുപ്പം. 0.53 n square into 10 raised to minus 10 meter ആണ്. R is equal to 0.53 n square into 10 raised to minus 10 meter. And you know 10 raised to minus 10 meter is angstrom. So we write R is equal to 0.53 n square angstrom. Since 1 angstrom is 10 raised to minus 10 meter. Thus, we have obtained the radius of hydrogen orbit in terms of n. For first orbit, R is n is 1, therefore R1 is 0.53 into 1 square, 0.53 angstrom. For second orbit, n is 2, therefore R2 is 0.53 into 2 square is equal to 0.53 into 4, equal to 2.12 angstrom. Now we see problem number 2. Obtain an expression for frequency and spectral line emitted as per Bohr atom model. Bohr atom model പ്രകാരം എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. Obtain an expression for frequency spectral line emitted as per Bohr atom model. ഇപ്പോൾ ബോർ ആറ്റം മോഡലിൽ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ എമിറ്റ് ചെയ്യും. We know when an electron in H atom jumps from a particular orbit to a lower orbit, a photon is emitted. And what is the frequency? The Bohr's fourth postulate is W2 minus W1 is h nu. And W you know minus m is e raised to 4 by 8 epsilon 0 square a square s square. So when we want to find W1, put n1, n is n1. If you want to find W2, put n is n2. Therefore, W2 minus W1 becomes minus m e raised to 4 by 8 epsilon 0 square into square square minus bracket minus m e raised to 4 by 8 epsilon 0 square n square n1 square square is h nu. We repeat. The step nu, you cross multiply.
H will come in the denominator. Nu is 1 by h into m e raised to 4 by 8 epsilon 0 square h square into 1 by n1 square minus 1 by n2 square. We multiply h together. So that is nu is equal to m e raised to 4 by 8 epsilon 0 square h cubed into 1 by n1 square minus 1 by n2 square. That is equation number 1. That is frequency equation. And we write it in an elegant manner as follows. കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി പറഞ്ഞ പോലെ എഴുതാം. But nu is c by lambda, c is 1 by lambda, and 1 by lambda we write as nu bar, the wave number. So in the LHS, in the place of nu, we write as c nu bar. Nu bar is 1 by lambda, which is wave number. C nu bar is m e raised to 4 by 8 epsilon 0 square h cubed into 1 by n1 square minus 1 by n2 square. ഇവിടെ നമ്മൾ ചെയ്തത് ന്യൂവിനെ സി ന്യൂ ബാർ എന്ന് എഴുതും. കാരണം സി എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞാൽ സി ബൈ ലാംഡയാണ്. സി 1 ബൈ ലാംഡയാണ്. 1 ബൈ ലാംഡയെ നമ്മൾ ന്യൂ ബാർ എന്ന് പറയും. അതിനെ വേവ് നമ്പർ എന്ന് പറയും. അപ്പോൾ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ന്യൂ ബാർ ഈസ് എം ഇ റൈസ്ഡ് ടു 4 ബൈ 8 epsilon 0 square h cubed c into 1 by n1 square minus 1 by n2 square. Put the constant, നമ്മൾ LHS ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു കോൺസ്റ്റന്റ് ഇല്ലേ, അതിനെ put the constant m e raised to 4 by 8 epsilon 0 square h cubed c is equal to capital R. That is Rydberg constant. Rydberg constant എന്ന് വിളിക്കും. Rydberg constant. Therefore, new value is r into 1 by n1 square minus 1 by n2 square, where r is 1.097 into 10 raised to 7 meter raised to minus 1. R എന്ന് പറഞ്ഞാൽ Rydberg constant. അത് 8 സ്ഥാനമുള്ള സംഖ്യയാണ്. 8 സ്ഥാനം നമ്മൾ ഈ 7 പ്ലേസ് കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ മൊത്തം 8 സ്ഥാനം വരും. 8 സ്ഥാനമുള്ള സംഖ്യ 1097 0000 എന്ന് വരും. Meter raised to minus 1. ഈ റിലേഷൻ, ദിസ് റിലേഷൻ ഇസ് കോൾഡ് ബോസ് ഫ്രീക്വൻസി കണ്ടീഷൻ. ചില ബുക്കിനകത്ത് W2 minus W1 is h nu. That is Bose frequency condition. W2 minus W1 is h nu. That is the Bose frequency condition. And also nu bar is r into 1 by n1 square minus 1 by n2 square. It is also called a Bose frequency condition. This condition we derived from W2 minus W1. So this is also called the Bose frequency condition. This is a frequency expression or wave number expression. Next problem. Problem number 3. Calculate the maximum wavelength that hydrogen in its ground state can absorb. What would be the next maximum wavelength? So ground സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന് അബ്സോർബ് ചെയ്യാവുന്ന മാക്സിമം വേവ് ലെങ്ത് എന്താണ്? അതിൽ കൂടെ അടുത്ത വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. അങ്ങനെ കൂടി വേവ് ലെങ്ത് ഉണ്ട്. We know ground state energy W1 is equal to minus 13.6 eV. First excited state energy is minus 3.4 eV. Second excited state energy is second excited state energy is that is not written here. I shall read it. The second excited state energy is minus 13.6 by 2 square. 2 square ഒന്നാമത്തത് 1, രണ്ടാമത് 2 ആണല്ലോ. അപ്പം 3 square. Minus 13.6 by 3 square. So the third line you read like this. Second excited state energy W3 is equal to minus 13.6 by 3 square. Our 3 square by 3 square ചേർക്കണേ. Equal to 1.51 EV. Equal to 1.51 EV. പറഞ്ഞത് ശരിക്കും കേൾക്കുക. ഇവിടെ വായിക്കുന്നില്ല. മൂന്നാമത്തെ ലൈൻ. Second excited state energy, that is W3, equal to 13.6 by 3 square, equal to 13.6 by 9.
is equal to minus 1.51 eV. Lambda is minimum when nu is lambda is maximum when nu is minimum. That is W2 minus W1. Energy is minimum. Frequency minimum ആണെങ്കിൽ energy minimum ആയിരിക്കണം. അപ്പോൾ minimum energy കാണുന്നത് ഇങ്ങനെ നോക്കൂ. W2 minus W1 is hc by lambda. H2 is hc by lambda. നമ്മൾ ആദ്യത്തെ മിനിമം ലെവൽ കണ്ടുപിടിക്കുകയാണ്. ആദ്യത്തെ ലെവൽ രണ്ടും എടുക്കുന്നത് അവ തമ്മിലുള്ള ഗ്യാപ്പാണ് മിനിമം എനർജി. W2 minus W1 is minus 3.4 minus 13.6 is equal to 10.2 plus EV. That we convert into joule. 10.2 into 1.6 into 10 raised to minus 19 joule. So the above equation becomes 10.2 into 1.6 into 10 raised to minus 19 is equal to 6.626 into 10 raised to minus 34 into 3 into 10 raised to 8 by lambda. That is lambda is 6.626 into 10 raised to minus 34 into 3 into 10 raised to 8 by 10.2 into 1.6 into 10 raised to minus 19 equal 122 into 10 raised to minus 9 meter. That is equal to 122 nanometer. 122 nanometer. And this is the highest wavelength. Next maximum wavelength. For this W2 minus W1 be next minimum. That is W2 minus W1 is minus 1.51 minus 13.6. അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ നിന്നാണ് നമ്മൾ ആദ്യം കുറച്ചത്. ഇനി മൂന്നാമത്തെ ലെവലിൽ നിന്ന് കുറക്കണം. അതാണ് മൈനസ് 1.51 മൈനസ് പോയിന്റുള്ള മൈനസ് ആണ് കേട്ടോ. minus 1.51 minus minus 13.6 is equal to 12.1 EV. The corresponding lambda. We put in the above equation. 6.6 into 626 into 10 raised to minus 34 into 3 into 10 raised to 8 by 12.1 into 1.6 into 10 raised to minus 19. നമ്മൾ നേരത്തെ കിട്ടി നോക്കണം. നേരത്തെയുള്ള ഇക്വേഷൻ നോക്കണം. ഏത് ഇക്വേഷനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിക്കേ. ഇവിടെ കാണുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ എനർജിയുടെ സ്ഥാനത്ത് മാത്രം മാറ്റിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 103 into 10 raised to minus 10 meter, 103 nanometer. That is lambda. That is the next wavelength. Next is problem number 4. A hydrogen atom in a state having a binding energy of 0.85 eV makes a transition to a state with an excitation energy 10.2 eV. Calculate the energy of the emitted photon. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? A hydrogen atom in a state of energy, binding energy of 0.85 eV makes a transition to a state with an excitation energy 10.2 eV. Calculate the energy of the emitted photon. That we can understand. ഈ എക്സൈറ്റേഷൻ എനർജി എന്നുള്ളത് ആ വാക്കൊന്ന് പഠിച്ചോളാം. ഈ രണ്ട് തരം എനർജി ഉണ്ട്. എക്സൈറ്റേഷൻ എനർജി, അയണൈസേഷൻ എനർജി. അത് പൊട്ടൻഷ്യൽ ടൈമിൽ പറഞ്ഞാൽ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ, അയണൈസേഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾ കേട്ടാണ്. കെമിസ്ട്രിയിലും മറ്റുമൊക്കെ പല സ്ഥലത്ത് പഠിക്കുന്നതാണത്. എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ, അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ. അപ്പോൾ എന്താണ് എക്സൈറ്റേഷൻ എനർജി? Excitation energy of a state is the energy difference between that state and the ground state. ഒരു ഹയർ സ്റ്റേറ്റ് എടുക്കുക, ഹയർ സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി വ്യത്യാസത്തെ നമ്മൾ എക്സൈറ്റേഷൻ എനർജി എന്ന് പറയും. അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റേഷൻ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യലിനെ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ സ്റ്റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 10.2 ആണ്. അപ്പോൾ നമ്മുടെ എനർജി ഓർക്കണം കേട്ടോ. താഴത്തെ 13.6, അടുത്ത 3.4. അപ്പോൾ 10.2 വ്യത്യാസം അവിടെ വരും. അടുത്ത 1.5 ആണ്, അടുത്ത 0.85, എല്ലാം മൈനസ്, അങ്ങനെ പോണത്.
So the corresponding energy of the state. അപ്പോൾ എക്സൈറ്റേഷൻ എനർജി 10.2 ആണെങ്കിൽ കറസ്പോണ്ടിങ് എനർജി എന്താണ്? അത് -13.4 നമുക്കറിയാം. അത് കാണുന്നത് എങ്ങനെയെന്ന് നോക്കിയേ. E2 minus E1 is 10.2, E2 is E1 plus 10.2, E1 is minus 13.6 plus 10.2, therefore minus 3.4 eV. അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെത് 3.4 ഗ്രൗണ്ടിൻ്റെത് -13.6ഉം ഫസ്റ്റ് എക്സൈറ്റേഷൻ്റെ എനർജി അല്ലെങ്കിൽ ആ സെക്കൻഡ് സ്റ്റേറ്റിൻ്റെ എനർജി -3.4 ആയതുകൊണ്ടാണ് നമുക്ക് എക്സൈറ്റേഷൻ എനർജി 10.2 എന്ന് കിട്ടുന്നത്. അപ്പോൾ 10.2 എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് -3.4 EV ഉള്ള സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ട്രാൻസിഷൻ ഈസ് ഫ്രം സ്റ്റേറ്റ് ഓഫ് എനർജി -0.85 EV to -3.4 EV. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻ എക്സൈറ്റേഷൻ എനർജി ഓഫ് ദ സ്റ്റേറ്റ് കൊണ്ട് എഴുതിയ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കി. പ്രോബ്ലം എ ഹൈഡ്രജൻ ആറ്റം ഈസ് ഇൻ ദ സ്റ്റേറ്റ് 0.85. ഇപ്പോൾ 0.85 നിന്ന് 0.34 ജമ്പ് ചെയ്യുന്ന ആരാണ്? 0.85 നിന്ന് 0.34 ജമ്പ് ചെയ്യുന്ന ആരാണ്? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. It is given that the transitions from state of -0.85 EV to -3.4 EV state. Energy of emitted photon. Energy of emitted photon. W2 minus W1 is equal to h nu is equal to E. That is W2 is -0.85 EV. W1 is -3.4. We have calculated. Therefore, E is equal to H2 is equal to -0.85 minus -3.4 is equal to 2.55 EV. അതൊരു സിമ്പിളായിട്ട് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യം സിമ്പിളായിട്ട് ഇങ്ങനെ പറയാതെ. നോട്ട് ഹിയർ 0.85 EV corresponds to n is equal to 4 state. -3.4 EV corresponds to n is equal to 2 state. Therefore, the transition is from n is equal to 4 to n is equal to 2 state. അതായത് നമ്മൾ ഈ എനർജി കാണാനായിട്ട് -13.6 by n² ഉപയോഗിച്ചാൽ മതി. N1 ഇട്ടാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, N2 ഇട്ടാൽ സെക്കൻഡ് സ്റ്റേറ്റ്. സെക്കൻഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എക്സൈറ്റഡ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേറ്റിനെയാണ് സെക്കൻഡ് എക്സൈറ്റഡ് എന്ന് പറയുന്നത്. എക്സൈറ്റഡ് പറയുമ്പോൾ എപ്പോഴും ഒന്ന് കുറച്ചവരാണ്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ എനർജി -13.6 EV. നെക്സ്റ്റ് എനർജി അതായത് സെക്കൻഡ് സ്റ്റേറ്റ് എനർജി -3.4, തേർഡ് സ്റ്റേറ്റ് എനർജി -1.51, ഫോർത്ത് സ്റ്റേറ്റ് എനർജി -0.85, ഫിഫ്ത്ത് സ്റ്റേറ്റ് എനർജി -0.38. അങ്ങനെ പോവും. That is all with our second lecture on atomic physics, Bohr model of H atom. Thank you very much.